ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിലോട്ട് ഹായ് എന്നൊരു മെസ്സേജ് അയക്കുകയാണ്. ഹായ് എന്ന മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ച് എനിക്കൊരു റിപ്ലൈ വരുന്നുണ്ട്, ഐ എം ബിസി റെക്കോർഡിംഗ് വീഡിയോ എന്നുള്ളത്. ഇത് ഞാൻ അയച്ച റിപ്ലൈ അല്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഫോണിൽ നിന്നാണ് ആ ഒരു റിപ്ലൈ വന്നിട്ടുള്ളത്. ഇപ്പം ഈ ഒരു റിപ്ലൈ ഇതിൽ നിന്ന് പോയിട്ടുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാനൊന്നും ചെയ്യാതെ തന്നെ എനിക്ക് ഡിഫോൾട്ടായിട്ട് ഇതുപോലുള്ള റിപ്ലൈ കൊടുക്കാവുന്നതാണ്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പിൻ്റെ പേര് ഓട്ടോ റെസ്പോൺസ് ഫോർ വാട്സപ്പ് എന്നാണ്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ആക്സസ് ചോദിക്കും. ഓട്ടോ റെസ്പോണ്ട് ഫോർ വാട്സപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് എലോ നോട്ടിഫിക്കേഷൻ ആക്സസ് എന്നുള്ളത് ഓൺ ആക്കി വെക്കുക. നമുക്ക് ഒരു വാർണിംഗ് മെസ്സേജ് കാണിക്കുന്നതായിരിക്കും, അത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് വർക്ക് ആയിക്കൊള്ളണം എന്നില്ല. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചാൽ നമ്മളോട് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറയും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫ്രീ വെർഷൻ മതി. ഇവിടെ മുകളിൽ ക്ലോസ് ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇതിൽ സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓൺ ആക്കി വെക്കുക. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഓട്ടോ സ്റ്റാർട്ടാണ്. അതായത് നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്താൽ ഈ ഒരു ആപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്റ്റാർട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് വർക്ക് ചെയ്തോളണം എന്നില്ല. അപ്പം അത് ഓൺ ആക്കി കൊടുക്കുക. അപ്പം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ചോദിക്കും ഏത് മെസ്സേജിനാണ് റിപ്ലൈ കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇപ്പം ഞാനിവിടെ ഹായ് ടൈപ്പ് ചെയ്യാണ്. എനിക്ക് ആരെങ്കിലും ഹായ് എന്ന് അയച്ചാൽ അതിന് റിപ്ലൈ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാക്ട് മാച്ച് എന്നുള്ളതും സിമിലാരിറ്റി മാച്ച് എന്നുള്ളതും രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സിമിലാരിറ്റി മാച്ചിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹായ് മാത്രമല്ല, അപ്പം ഹായ്ക്ക് പകരം ഹലോ എന്നൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിപ്ലൈ പോകുന്നതായിരിക്കും. പിന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ എന്ത് മെസ്സേജ് അയച്ചാലും ഇതിനൊരു റിപ്ലൈ ഈ ഒരു റിപ്ലൈ പോകുന്നതായിരിക്കും, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച റിപ്ലൈ. ഇനി ഇവിടെ താഴെ നോക്കിയാൽ ഷുഡ് ബി സെൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് നമ്മൾ റിപ്ലൈ ആയിട്ട് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ടൈപ്പ് ചെയ്യുക. ഐ ആം ബിസി എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ റിപ്ലൈ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മൾട്ടിപ്പിൾ റിപ്ലൈസ് എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിന് പ്രോ വെർഷൻ വേണം. നമ്മളിപ്പം പ്രോ വെർഷൻ എടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ പ്രോ വെർഷനിൽ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ താഴെ റിസീവർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ ബോത്ത് എന്നുള്ള 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ അതിന് മാത്രമായിരിക്കും റിപ്ലൈ പോവുക. ഗ്രൂപ്പ്സ് എന്നുള്ളത് കൊടുത്താൽ ഗ്രൂപ്പിൽ ആരെങ്കിലുമൊക്കെ ഹായ് അയച്ചാൽ അതിനുള്ള റിപ്ലൈ ആയിട്ട് ഈ ഒരു മെസ്സേജ് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ബോത്ത് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഇൻഡിവിജ്വൽ എന്നാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള കോൺടാക്റ്റിലോട്ട് മാത്രം സെൻഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ഇഗ്നോർഡ് കോൺടാക്ട്സ്, അതായത് ആ ഒരു കോൺടാക്റ്റിന് ആരെങ്കിലുമൊക്കെ ഹായ് അയച്ചാൽ ഈ ഒരു റിപ്ലൈ പോകില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ വേറെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ ഇതിൽ പലതും പ്രോ വെർഷനിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പോസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു റിപ്ലൈ അയക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്താൽ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും, അത് ക്ലോസ് ചെയ്യുക. അപ്പം ഇവിടെ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ ഈ ഒരു ഫോൺ എടുത്തിട്ട് ഞാൻ മെസ്സേജ് അയക്കുകയാണ്. ഇപ്പം ഞാൻ ഒരു മെസ്സേജ് അയച്ചു, ഹായ് എന്നൊരു മെസ്സേജ് അയച്ചു. ഇപ്പോൾ നോക്കിയാൽ കാണാം എനിക്ക് ഒരു റിപ്ലൈ ഇതിൽ വന്നിട്ടുണ്ട്. ഐ ആം ബിസി റെക്കോർഡിംഗ് വീഡിയോ, സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റിപ്ലൈ എനിക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഡിഫോൾട്ടായിട്ട് ചില റിപ്ലൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഐ ആം ഡ്രൈവിംഗ്, ഐ വിൽ മെസ്സേജ് യു ലേറ്റർ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫോൾട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഈ ഓട്ടോ റിപ്ലൈ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഗ്രീൻ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്, അതിൽ ക്ലിക്ക് ചെയ്താൽ റെഡ് ആവും. അപ്പം ഇത് ഓഫ് ആവുന്നതായിരിക്കും. ഇനി ഇത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി, അത് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. പിന്നെ പുതിയത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.